ഗാസയിൽ ഇസ്രായേൽ സൈന്യം കരയാക്രമണം വ്യാപിപ്പിക്കുവാൻ പോവുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ഹമാസ് തീവ്രവാദികൾ തടവിലാക്കിയ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് കാറ്റ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗാസ മുനമ്പിലെ ബഫർ സോൺ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തോടാണ് പിടിച്ചെടുക്കുന്ന കൂടുതൽ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുക. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഏകമാർഗം ഹമാസിനെ ഇല്ലാതാക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയുമാണെന്നും കാറ്റ്സ് ഗാസയിലെ ജനങ്ങളോട് പറഞ്ഞു. എന്നാൽ എത്ര ഭൂമിയാണ് പിടിച്ചെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കാറ്റ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടില്ല. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള തീവ്രവാദികളുടെ ശക്തി കേന്ദ്രമായ ദഹിയയിൽ ഇസ്രായേൽ സെക്യൂരിറ്റി ഫോഴ്സ് ആക്രമണം നടത്തിയത്. ഇസ്രായേൽ പൗരന്മാർക്കെതിരെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഹിസ്ബുള്ള തീവ്രവാദിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ ഹമാസ് ഉൾപ്പെടെയുള്ള പാലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധം പുലർത്തിയിരുന്ന ഹസൻ അലിയെ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഹസൻ അലി മഹ്മൂദ് ബദീർ എന്നു പേരുള്ള ഇയാൾ ഹിസ്ബുള്ളയുടെ യൂണിറ്റ് 3900-ലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഖുദ്സ് ഫോഴ്സിലും അംഗമായിരുന്നു. ഹമാസ് തീവ്രവാദികളെ നയിക്കുകയും ഇസ്രായേലി സിവിലിയന്മാർക്കെതിരെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിലും അവരെ സഹായിക്കുന്നതിലും ഇയാൾ മുൻപന്തിയിലായിരുന്നുവെന്ന് IDF പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഭീകരൻ ഉയർത്തിയ അടിയന്തര ഭീഷണി കണക്കിലെടുത്താണ് IDF-ഉം ISA-യും ഇയാളെ കൊലപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വീകരിച്ചത്. ഉടനടിയുള്ള ഭീഷണിയെ തുടർന്നാണ് ആക്രമണത്തിന് ഉത്തരവിട്ടത്. ആക്രമണത്തിൽ കുറഞ്ഞത് 3 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ വൃത്തങ്ങൾ അറിയിച്ചു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള ലംഘിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി. IDF, ഷിൻബെറ്റ്, മൊസാദ് എന്നിവ ഇസ്രായേലിന് അകത്തും പുറത്തുമുള്ള ഇസ്രായേലി പൗരന്മാർക്കുണ്ടാകുന്ന ഏതൊരു ഭീഷണിയും തടയുവാൻ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഇസ്രായേൽ സെക്യൂരിറ്റി ഫോഴ്സ് അറിയിച്ചു.